ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നു വരുന്നവർ നിരാശയോടെ മടങ്ങിപ്പോകുന്നത് കാണുമ്പോൾ മടക്കി അയച്ച ഉദ്യോഗസ്ഥരുടെയും കരളലിയുന്നു പലപ്പോഴും. മറ്റൊരു വ്യാജ വാർത്തയുടെ ചുരുളുകൾ അനാവരണം ചെയ്യുകയാണ് സിമ്പിൾ ടോക്ക്. സിമ്പിൾ ടോക്കിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, ഒരുപക്ഷെ ഈ വാർത്ത നിങ്ങളിലേക്കും എത്തിയിട്ടുണ്ടാകും. റോഡിൻ്റെ കുഴിയിൽ വീണ് ആൾക്കോ വാഹനത്തിനോ കേടുപാട് പറ്റിയാൽ അതിന് നഷ്ടപരിഹാരത്തിനായി 1 വർഷത്തോളമായി കല്ലൂരിൽ ഇതിനായി ഒരു പ്രത്യേക കോടതി പ്രവർത്തിക്കുന്നുണ്ട്. കോർട്ട് ഫീ ഇല്ല, വക്കീൽ വേണ്ട, വെള്ളപ്പേപ്പറിൽ പരാതിപ്പെട്ടാൽ മാത്രം മതി, ഒരു ദൃക്സാക്ഷി ഉണ്ടാകണം എന്ന് മാത്രം. പക്ഷേ അവർ പറയുന്നു ഇതുവരെ ഒരു പരാതി പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്ന്. ചിന്തിക്കൂ, പ്രശ്നം ആരുടേതാണ്? പ്രതികരണശേഷി നഷ്ടപ്പെട്ട നമ്മൾ മാത്രമാണ് ഉത്തരവാദി. ഈ വാർത്തയിൽ ഒരു അഡ്രസ്സ് കൂടി കൊടുത്തിട്ടുണ്ട്. 1st ഫ്ലോർ, ഡിസ്ട്രിക്ട് കോർട്ട് കോംപ്ലക്സ്, പാർക്ക് അവന്യൂ റോഡ്, മറൈൻ ഡ്രൈവ്, കൊച്ചി, കേരള. ഈ വാർത്തയുടെ സത്യം തേടി ഞങ്ങൾ ആദ്യം ചെന്നത് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ തന്നെയാണ്. അതായത് എറണാകുളം മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ കോടതിയിലേക്ക്. അന്വേഷിച്ച ആർക്കും ഇങ്ങനെയൊരു സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല. അഭിഭാഷകർക്കോ കോടതിയിലെ മറ്റു ഉദ്യോഗസ്ഥർക്കോ ആർക്കും ഇങ്ങനെയൊരു സ്ഥാപനം ഈ സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്നതായി അറിയില്ല. ഒടുവിൽ ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ ഓഫീസിൽ ഞങ്ങളെത്തി. ഓഫീസ് സൂപ്രണ്ട് ശ്രീമതി ജെസ്സി മേഡം ഞങ്ങളോട് പറഞ്ഞത് വളരെ കരളലിയിപ്പിക്കുന്ന കഥകളാണ്. നിരവധി പേരാണ് ഇത്തരം ഒരു വാർത്തയുടെ വെളിച്ചത്തിൽ ഈ ഓഫീസിൽ സഹായത്തിനായി എത്തുന്നത്. റോട്ടിലെ കുഴികളിലോ മറ്റോ വീണ് അപകടം സംഭവിച്ച് ആശുപത്രികളിൽ ബില്ലടയ്ക്കാൻ പോലും നിർവാഹമില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധി പേരാണ് ഓരോ ദിവസവും ഈ സഹായത്തിനായി ഈ ഓഫീസിൽ കയറിയിറങ്ങുന്നത്. ഇങ്ങനെയൊരു സംവിധാനം ഇല്ല എന്നറിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ദുഃഖം പലപ്പോഴും MACT ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർക്കും വിഷമമാകുന്നു. പിന്നീട് ഈ വാർത്തയുടെ സത്യം തേടി ഞങ്ങൾ പോയത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് സെൻ്ററിലേക്കും എറണാകുളം കല്ലൂരിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്കുമാണ്. അവിടെയും ഇങ്ങനെയൊരു വാർത്തയുടെ സത്യം ആർക്കും അറിയില്ല. വർഷക്കാലമായതോടെ മഴ പെയ്ത് റോട്ടിൽ വെള്ളം നിറഞ്ഞ് കുണ്ടും കുഴികളും തിരിച്ചറിയാൻ കഴിയാതെ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളപ്പേപ്പറിൽ അപേക്ഷ എഴുതി സഹായത്തിനായി ഓഫീസ് പടികൾ കയറിയിറങ്ങുന്നവരുടെ എണ്ണവും കൂടുതലാണ്. ഈ വ്യാജ വാർത്തയുടെ ഉറവിടം അറിയില്ലെങ്കിലും ഇത്തരം വ്യാജ വാർത്തകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ, അതുമല്ലെങ്കിൽ ഈ വാർത്ത ഇനി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി. സോഷ്യൽ മീഡിയകൾ വഴി ഒരു വാർത്ത നമുക്ക് ലഭിക്കുമ്പോൾ വളരെ സതുദ്ദേശത്തോടെയാണ് നമ്മളത് മറ്റുള്ളവർക്ക് പോസ്റ്റ് ചെയ്യുന്നത് എങ്കിലും അതിൻ്റെ ഫലം മറിച്ചാകുമ്പോൾ, അതിൻ്റെ ഫലം നിരാശയാകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ആ കുറ്റകൃത്യത്തിൽ പങ്കുകാരാവുകയാണ്. ഒരിക്കലും സമ്പന്നരല്ല, ഒന്നിനും വകയില്ലാതെ അന്നന്ന് വേല ചെയ്ത് അന്നന്നത്തെ അന്നം തേടുന്നവരാണ് ഇത്തരം സഹായങ്ങൾക്കായി ഈ ഓഫീസ് പടികൾ കയറിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന പോസ്റ്റുകൾ, വാർത്തകൾ, അതിൻ്റെ ഉറവിടം ഒന്ന് അന്വേഷിച്ച ശേഷം മാത്രം നമ്മളത് മറ്റുള്ളവർക്ക്, മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.